സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കു കുക്കിന്റെ പുതിയൊരു ബ്രാൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പം ഉച്ചയൊക്കെ ആയി വിശന്നിരിക്കുവാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വരുന്നത് ചാളയായിട്ടാണ് ഗൈസ്. ദാ ഇവിടെ മുന്നിൽ തന്നെ 2 പ്ലേറ്റിൽ നിറച്ചും മത്തി ഇരിപ്പുണ്ട്. എൻ്റെ നാട്ടിലൊക്കെ ഞാനൊക്കെ മത്തി എന്നാണ് കേട്ടോ വിളിക്കുന്നത്, പക്ഷേ കുറേ പേര് വേറെ ചാള എന്നാണ് വിളിക്കുന്നത്. നമുക്കപ്പോൾ ഇന്ന് മത്തി എന്ന് നമുക്കിതിനെ പറയാം അല്ലേ. അപ്പോൾ കലവറ നോക്കുന്ന സമയത്ത് മത്തി കാണുന്നുണ്ട്, പുളിവെള്ളം കാണുന്നുണ്ട്. എനിക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീൻകറിയാണ് തോന്നുന്നത്. പക്ഷേ ഷെഫിൻ്റെ കാര്യമായിട്ട് എഗെയിൻ മീൻകറി ആയിരിക്കുമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ടോട്ടലി വേറെ എന്തെങ്കിലും ഒരു ഐറ്റം ആക്കി കളയുന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി എന്താണെന്നും കുറേ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്കായി നമ്മുടെ ഷെഫിനെ ഇൻവൈറ്റ് ചെയ്യാം. ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് നാളെ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് ഷെഫ് വിശേഷങ്ങൾ? അതെ, അതാണ് നമ്മുടെ എല്ലാം നമ്മുടെ ടാഗ്ലൈൻ, കഴിക്കുക കഴിപ്പിക്കുക. അതാവണം. നമ്മൾ കഴിക്കാൻ നല്ല ഫുഡ് കഴിക്കാൻ നല്ല ഫുഡ് കഴിക്കാം. കുറച്ച് എനിക്ക് ഔട്ട്ഫിറ്റ്സും കൂടെ തരാൻ പറയൂ. ക്ഷാമമായി തുടങ്ങി. ഷെഫിന് ഇനി കോട്ട് ആയതുകൊണ്ട്, ഐഡന്റിറ്റി കോട്ട് ആയതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി നീങ്ങിയതാ. ഇന്നും നമ്മൾ ഇതിനു മുമ്പ് മത്തി നമ്മൾ ചെയ്തിട്ടുണ്ട്. വീക്ക്നെസ് ആണ് എനിക്കിപ്പോ മനസ്സിലായി. അത് കുറെ മത്തി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്ത് ഷെഫ് പറയാതെ എങ്ങനെയാണ് മത്തി ഫ്രഷ് ആയിട്ടുള്ളതെന്ന് നോക്കാനുള്ള കുറച്ച് വേസ് ഉണ്ടെന്ന്. കറക്റ്റ് ആണെന്ന് പറഞ്ഞോ. ഒന്ന്, ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഭാഗം ഇങ്ങനെ താഴ്ന്നു പോകാൻ പാടില്ല. ഐസ് മത്തിയെ പറ്റിയല്ല പറഞ്ഞ, ഫ്രഷ് മത്തിയെ പറ്റിയാണ്. ഇതിനെ പറഞ്ഞ് താഴോട്ട് താഴോട്ട് വീഴാൻ പാടില്ല. ഇത് ഐസ് മത്തിയല്ലല്ലോ. ഇത് ഐസ് മത്തിയല്ല. പിന്നെ ഈ മീനൊരു ഫ്ലേവർ ഉണ്ട്, നാറ്റമല്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് നാറ്റമല്ല, നല്ലൊരു ഫ്ലേവർ ഉണ്ട്, അത് കിട്ടണം. അപ്പം നമുക്ക് ഇന്ന് എന്താ നമ്മുടെ ഫുഡ് അറിയാവുന്നതിന് മുമ്പ് നമുക്ക് വിളിക്കണം, നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്യൂട്ട് ഗസ്റ്റ് ആണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡെബ്യൂ സിനിമയായിട്ടുള്ള രോമാഞ്ചം വഴി വന്ന് ഭയങ്കരമായിട്ട് ആൾക്കാരെയൊക്കെ ഞെട്ടിച്ച്. എനിക്കൊരു കാര്യം പറയണം, അതിന്റെ ഇടയിൽ ഈ ചില സിനിമകളില് ലക്കി ചാം എന്ന് പറയും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പണ്ട് ജനാർദ്ദൻ ചേട്ടനെ വെച്ചിട്ടാണ് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നതെന്നാ പറയും. ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും വൻ ഹിറ്റാണ്. അത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ തുടരുമിന്റെ അകത്ത് മറ്റേ വഴി തിരിച്ചു വിട്ട ക്യാരക്ടറാണ്. ലാലേട്ടനെ അത്രയും പ്രശ്നത്തിലാക്കിയ ഒരാളാണ്. അതെ, എല്ലാ പ്രശ്നങ്ങളും കേസ് കെട്ടും. അച്ഛനും അമ്മയാണ് അത് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് ശരിയാ, ആ ക്യാരക്ടറിന്റെ അച്ഛനും അമ്മയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടേക്കുന്നത്. അതെ, അപ്പൊ ഇൻവൈറ്റ് ചെയ്താലോ? ഇൻവൈറ്റ് ചെയ്യാം. So let's invite നമ്മുടെ സ്വന്തം അഭിനാണ്. Let's invite. എന്തുകൊണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. പുതുവത്സരത്തിന്റെ ഒരു ക്ഷീണം ഉണ്ടല്ലോ, തകർക്കുകയായിരുന്നു. ആണല്ലേ? അത് ഈ ചെറിയ സ്വന്തം മെഗാസ്റ്റാറുകളുടെ കൂടെ എല്ലാം അഭിനയിക്കുകയല്ലേ. ലാലേട്ടന്റെ കൂടെ ലാലേട്ടനെ ചതിച്ചു. സ്വന്തം തന്തയും തള്ളയും കൊണ്ട് അങ്ങനെ തെറിയും വിളിപ്പിച്ചു. എങ്ങനെ ഈ സിനിമയിൽ എങ്ങനെയാ ഒന്ന് പെട്ടെ? ഞാൻ വെബ് സീരീസ് ഒതലങ്ങാത്തുരുത്ത് നമ്മളെ കൊല്ലക്കാരന്മാരുടെ, അതിനകത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ടീമുകളെല്ലാം കൂടെ കൊല്ലം, അതിനകത്ത് ഷെഫ് കൊല്ലം കരാമ്പള്ളി ടീമാണ് ചെയ്തത്. അതിനകത്ത് നമ്മുടെ സേതു ശിവാനന്ദൻ നമ്മളെ ചങ്ക. നമ്മൾ ആദ്യം എന്താ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് പറയാം. What is today's special dish? പറഞ്ഞു കൊടുക്ക്. മത്തിയാണ്. കണ്ടിട്ട് എന്താ തോന്നുന്നത്? മുളക് പൊടിയില്ല, അങ്ങനെ സിമ്പിൾ ആയിട്ടൊന്നും ചെയ്ത് തരില്ല അഭിനയ. ഇവിടെ മുളക് പൊടിയില്ല ഉണ്ടോ? കുരുമുളക് പൊടിയില്ല ഉണ്ടോ? നിങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടുമല്ലോ, നത്തും മത്തി. നത്തുന്നാണ് ആക്ച്വലി ഞാനും കറിയുടെ പേരാണ് നത്തിന് വേണ്ടിയുള്ള മത്തി. നത്തിന്റെ മത്തി അങ്ങനെ പറഞ്ഞാൽ മതി. കറക്റ്റ്. ഇപ്പം അഭിന്റെ എല്ലാരും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ നത്തുന്നാണ് ഉള്ളത്. അപ്പൊ നമ്മളെല്ലാരും നത്തുന്നാണ് വിളിക്കുന്നത്. അപ്പൊ പഠിച്ച പിള്ളേർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്റെ പേര് അഭിന്നാണ്. അതെന്താ അങ്ങനെ വരാൻ കാരണം? അത് ഒതലങ്ങാത്തുരുത്തിൽ എന്റെ ക്യാരക്ടറിന്റെ പേരാണ്. അപ്പൊ നമുക്ക് നത്തെന്ന് വിളിക്കാം അല്ലേ? എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഷെഫ് ഇവിടെ കുക്ക് ചെയ്യുന്ന അപ്പൊ ആ സെയിം സംഭവം തന്നെ ചെയ്യാം. ഇവിടെ എന്തെങ്കിലും ഹെൽപ്പിന് വേണമെങ്കിൽ ഞാൻ ഇഞ്ചിയൊക്കെ എടുത്തോളൂ. ഇപ്പൊ തന്നെ അപ്പ തന്നെ എല്ലാം ചെയ്യാം. ഓക്കെ, അതെ. മിമിക്രി ഒക്കെ കാണിക്കുമെന്ന് പറയുന്നുള്ളതാണോ? ഇപ്പൊ നിർത്തിയത്. അപ്പൊ തന്നെ നമ്മള് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മളോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷെഫ് ചുമ്മാ ചോദിക്കും. പക്ഷെ അത് നമ്മള് ശ്രദ്ധ തിരിച്ചു. പക്ഷെ കുക്ക്
മൊത്തം ഒഴിക്കണ്ട. ഈ ഒതലങ്ങാത്തുരത്തിൽ എങ്ങനെയാ മോനെ വന്ന് എത്തിപ്പെട്ടത്? മുതലങ്ങാത്തുരത്തിൽ അതിന്റെ ഡയറക്ടർ ഒരു ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അവിടെ വെച്ച് കണ്ട് ലുക്ക് കണ്ട് പിടിച്ചതാണ്. ആണല്ലേ? അതിനു മുമ്പൊന്നും അഭിനയിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതിന് മുമ്പ് അഭിനയം എന്ന് പറയുന്ന ആഗ്രഹം ഉണ്ടായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു. സ്റ്റേജ് പരിപാടിയിലൊക്കെ നാട്ടിലൊക്കെ സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്യുമായിരുന്നു. പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ മിമിക്രി ഇപ്പൊ ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്? ഇപ്പം മിമിക്രി ഇപ്പൊ കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ശരി ശരി, എല്ലാം അങ്ങോട്ട് എടുത്ത് അരിയ. അടുത്ത ഞാനും മേലുള്ള കളിയാണ്. ജീവിതത്തിന് മുമ്പ് എപ്പോഴാ കുക്ക് ചെയ്തത്? കുക്ക് ചെയ്തത് അത് ഇങ്ങനെ വള്ളത്തിൽ പോകുന്ന സമയത്തൊക്കെ ചെയ്യും. വള്ളത്തിൽ പോകും. കടലിൽ പോകും. എന്ത് കുക്ക് ചെയ്യും? അങ്ങനെ പോകുന്നു. അവിടെ നമ്മൾ ഫ്രഷ് മീൻ പിടിച്ചിട്ട് അപ്പൊ തന്നെ കുറച്ച് നമ്മൾ കച്ചവടത്തിന് വിട്ടത് അവിടെ തന്നെ ചോറും കറിയും വെക്കും വെള്ളത്തിൽ തന്നെ. കൊള്ളാലോ. ഇതൊന്നും അതുപോലെ ഒന്ന് മുറിച്ചു തരും പ്ലീസ്. പ്ലീസ്. ഈ സംഭവം എപ്പോഴൊക്കെ ഉണ്ടെങ്കിലും ഇതുകൊണ്ടൊരു ഇതിൽ നിന്ന് എനിക്കൊരു മോക്ഷമില്ല. അതല്ലേ അതെ, അപ്പത്തേക്ക് ഞാൻ അതെടുത്ത് ചെയ്തോളാം. അത്ര എനിക്ക് മനസ്സിലായി. അടിപൊളി സാധനം ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. കൊല്ലക്കാരുടെ പേര് അതെ. അപ്പൊ അതിന് മുകളിലേക്ക് വാഴയില ഇങ്ങനെ മുറിച്ചിട്ട് ഒരു ഷേപ്പിലാക്കിട്ടിട്ട് അതിന് മുകളിലേക്ക് ഇപ്പം ഇതെന്ത് ഇത്രയും വലിയ ആ മുളകിന്റെ പേരിന്റെ സാർ? ഗുണ്ട് പച്ചമുളക്. ഗുണ്ട് പച്ചമുളക്. എന്തിനാ വളം വെക്കുന്നത്? എന്തായാലും കഴിഞ്ഞോ? ചതച്ചു കഴിഞ്ഞോ? ഇല്ലല്ല, തുടങ്ങിട്ടേ ഉള്ളൂ. ചെറിയുള്ളിക്ക് ഒരു കുറവൊന്നും വേണ്ട. ആ തവി എടുക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മളിപ്പോ ആഡ് ചെയ്തേക്കുന്നത്? നത്ത് പറഞ്ഞായിരുന്നായിരിക്കും. എന്തൊക്കെയാണ് ഇപ്പൊ? കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. ഇല്ല, ഇഞ്ചി ഇട്ടിട്ടില്ല. സോറി. പിന്നെ എന്തിട്ട്? ഇതാ ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഇടണമെങ്കിൽ നീ അത് ചതച്ചായിരുന്നു. സോറി. ഞാനൊരു കാര്യം പറട്ടെ? പറഞ്ഞോ. പതുക്കെ. അപ്പം അതിന് മുകളിലേക്ക് കുറച്ച് ഉപ്പും തേങ്ങ നമ്മുടെ ചിരണ്ടി വെച്ചേക്കുന്നതും പിന്നെ വേറെ എന്താ കൂടെയാണ് ഇട്ടേക്കുന്നത്? ഒന്ന് പതുക്കെ പോ. എത്ര തേങ്ങ ഇട്ടെന്ന് കണ്ടായിരുന്നോ? ഒരേ ഓളത്തിനൊക്കെ അങ്ങോട്ട് ഇടാം. എന്തെങ്ങനെ? ഓക്കെ, അത്ര മതിയില്ലേ? ഇത് നമ്മൾ ഉണ്ടാക്കുന്നു, സേഫ് ആയിട്ട് വെക്കുന്നു. ഓക്കെ. പുളി ആദ്യം സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് പിന്നെ പുളിവെള്ളം ഒഴിച്ചു അതിലേക്ക്. അങ്ങനെയല്ലേ ചെയ്തത്? അങ്ങനെ ഷെഫ് അവസാനം ഉണ്ടല്ലോ, ഇത് നത്തിന്റെ ബിരിയാണി. അവസാനം ഇത് നത്തിന്റെ ഡിഷാണ് കേട്ടോ. ഫുൾ റൈറ്റ്സ് ഫോർ യു. വേറെ ആരും ഇതിന്റെ ഒരു ഓണർഷിപ്പ് എടുക്കില്ല. മൊത്തം നത്തിന് സ്വന്തം. മത്തിക്കഞ്ഞി കുടിച്ചിട്ടുണ്ടോ? ഇല്ല, അതാണ് ഇതെന്ന്. മത്തിക്കഞ്ഞി. ഓക്കെ. ഉപ്പിട്ടായിരുന്നു നമ്മള്? ഉപ്പിട്ടില്ലെങ്കിൽ ഓക്കെ. മീനുകളിൽ മനസ്സിലാവുന്നില്ല. ഇത് തരിക്കിട്ടിട്ടുള്ളൂ കേട്ടോ. ഷെഫ് അങ്ങനെ കുറെ മഞ്ഞപ്പൊടി ഒന്നും ഇടൂല, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കലർപ്പില്ലാത്ത തനി നാടൻ രീതിയിൽ കഴുകി വൃത്തിയാക്കിയ രുചിക്കൂട്ടികൾ നമ്മുടെ KM ടേസ്റ്റി പ്ലസിന്റെ ഫുഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പം ഇത് ഇറ്റ്സ് അവൈലബിൾ ഓൺ ഓൾ ലീഡിംഗ് സ്റ്റോഴ്സ് ഇൻ കേരള. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ മീൻ നത്തിന്റെ ഫേവറേറ്റ് മത്തി കഞ്ഞി അല്ല അത് മത്തി കഞ്ഞി ആണ് നത്ത് പറഞ്ഞത് ഇവിടെ. പക്ഷെ നത്തിന്റെ മത്തി വറ്റിച്ചത്. നത്തിന്റെ മത്തി വറ്റിച്ചത്. കഴിഞ്ഞ് നമ്മുടെ കറി കഴിയാറായി. ഇനി ആ മീനുങ്ങത് ഒന്നിട്ടിട്ട് വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വി ആർ റെഡി. നത്തിന്റെ ഞാൻ ആക്ച്വലി ഇത് കഴിക്കാൻ വെയിറ്റിംഗ് ആണ്. ഒരു കുക്കിങ്ങിന്റെ ഒരു നല്ല സമയം മാറുമോ?
എന്ന് നമുക്ക് നോക്കാം. ബാ ഇടണ്ടേ? അത് കഴിയട്ടെ. നമ്മൾ ഫുൾ ഒബ്സർവേഷൻ ആണ്. ആദ്യം ഇത് തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മളെ മൊത്തം മത്തി ഇടണമെന്നുണ്ടോ? മൊത്തം മത്തി ഇടുമ്പോൾ ഭയങ്കര ഓവറായി പോകുന്നു, ഇങ്ങനെ കയറി പോകുന്നു. മൊത്തം ഇടണ്ടല്ലോ, അത്ര ഇട്ടാൽ മതി. ഓക്കെ, അടുത്ത എന്താണ് എടുത്ത് അരച്ചത്? എന്താ എടുത്ത് അരിക്കുന്നുണ്ട് കേട്ടോ. അരക്കുന്നുണ്ട് കടുക്. ഓക്കെ, നമുക്ക് ഞാൻ കടുക് എടുത്ത് അരച്ചിട്ടാണ് എടുത്തത്. നോക്കാം. അതാരട്ടെ എന്താ? എന്നാ പിന്നെ ഞങ്ങൾക്കും കൂടെ ചെയ്താ. ഇല്ല, ഇഞ്ചി എന്തിനാ? അതാദ്യമല്ലേ ഇതിന്റെ കൂടെ ഇഞ്ചി അടിച്ചിട്ട്? എന്റെ നത്തേ കണ്ണാണ്, ഞാൻ കണ്ടില്ല. ഞാനേ കണ്ടോളൂ. കുറച്ച് കടുക്. എത്ര കടുക വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അടി ഞാൻ അങ്ങ് ഇടുക കേട്ടോ. ഇനി അവസാനം കടുക് ഇട്ടിട്ട് ഫ്ലോപ്പ് ആക്കി എന്നോട് പറയരുത്. ഞാനൊരു കടുക് ഇട്ടു. ദമ്മിടാം. ഇത് എവിടെ ശ്രദ്ധിക്കുന്ന കുട്ടിയെ? എവിടെ പാപ്പട തെറ്റിദ്ധരിപ്പിക്കുകയാണോ? കണ്ടോ? കഴിഞ്ഞു. ഇനി നമുക്ക് സംസാരിക്കാം അല്ലേ? എവിടെ അവളെ പറഞ്ഞു നിർത്തിയ തുടർന്ന് അത് അടിച്ചുകൊണ്ട് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടാകും. എവിടെ പോയത്? എന്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്കാരൻ പറഞ്ഞു, തരഞ്ചേട്ടൻ പറഞ്ഞു അതെടുത്തോണ്ട് ഓടിക്കോളാൻ പറഞ്ഞു. ഇതെങ്ങനെ ചെന്ന് പെട്ട് തുടരുന്നത്? തുടരുവിൽ എന്നെ തരഞ്ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് വിളിച്ചതാണ്. അത് പിന്നീട് രോമാഞ്ചം കഴിഞ്ഞതിന് ശേഷം കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം അങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു പടം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയില്ല ലാലേട്ടൻ പടമാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് ഈ പ്രൊഡക്ഷൻ ടീമുണ്ട് കൂട്ടുകാർ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് അടുത്തത് ലാലേട്ടൻ പടമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, അതിനു മുമ്പ് പുള്ളി വേറെ വല്ലതും ചെയ്യുന്നുണ്ടായിരിക്കും, അതായിരിക്കും എന്ന് പറഞ്ഞു. കാര്യം അതിനു മുമ്പ് സൗദികളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ പിന്നീട് ലാലേട്ടൻ പടമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നാലും ഞാൻ വിചാരിച്ചില്ല അത്രയും ക്ലോസ് പരിപാടി ലാലേട്ടനായിട്ടുള്ള പരിപാടികൾ കാണുമെന്ന് അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ പുള്ളി എന്നെ ഒരു ദിവസം കൊച്ചിയിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ വേറൊരു പടത്തിൻ്റെ ഡബിന് വന്നപ്പം ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ വലിയ പരിപാടിയൊന്നുമല്ല, എന്നാലും നീ വരവേൽപ്പ് സിനിമയ്ക്കകത്ത് ജഗദീഷ് ഏട്ടൻ ചെയ്യുന്നൊരു പരിപാടിയാന്ന് പറഞ്ഞു. അപ്പോഴേ നമുക്ക് മനസ്സിലായി പണി കൊടുത്തിട്ട് പോകുന്നൊരു സാധനമാണെന്ന് മനസ്സിലായി. അപ്പൊ മറ്റേ തുടരുമ്പോ അകത്തൊരു സീൻ ഉണ്ടല്ലോ, കാറിൽ കുറേ എല്ലാം കോമ്പിനേഷൻ സീൻസ് തന്നെയാണ്. മറ്റേ കാറിൽ ലാലേട്ടൻ പോകുന്ന സമയത്ത് ബൈക്ക് ഓടിച്ചിട്ട് പോകുന്ന ഒരു സീനില്ലേ, ആ സമയത്തൊക്കെ ആ സീൻ മാത്രമല്ല പിന്നെ വേറൊരു സീനുണ്ട്. വർക്ക്ഷോപ്പില് നത്തിങ്ങനെ ഫോൺ നോക്കിയായിരിക്കും, ലാലേട്ടൻ വന്നിട്ട് എന്താടാ കാണുന്നത് അയക്കുന്നൊക്കെ പറയുന്നത്. ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള കോമ്പിനേഷൻ ലാലേട്ടനോട് സംസാരിക്കില്ല. അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഓൾറെഡി എനിക്ക് ലാലേട്ടനെ അങ്ങനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്നത് ഫാൻസിന്റെ ബേസിൽ ഫോട്ടോഷൂട്ടിന് പോയപ്പോൾ പിന്നീടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് ബിനിച്ചേട്ടനാണ് എന്നെ ലാലേട്ടനെ മീറ്റ് ചെയ്തത്. അപ്പം അടുത്ത് പറഞ്ഞ് ലാലേട്ട ഇത് പിന്നെ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. മോനെ. അപ്പോൾ പറഞ്ഞു ഇവൻ രോമാഞ്ചത്തിലേക്ക് പറഞ്ഞു. മോൻ രോമാഞ്ചത്തിൻ്റെ ആളാണോ? അപ്പോഴേക്കും നമ്മൾ ഓൾറെഡി ഫ്രീ ആയി. അപ്പോൾ പിന്നെ പുള്ളിയായിട്ടുള്ള കോമ്പിനേഷൻ ഇപ്പോൾ ഫസ്റ്റ് തന്നെ ബൈക്കിൻ്റെ ഷോട്ടായിരുന്നു. എനിക്ക് പൊതുവേ ഈ സിനിമയിൽ ബൈക്ക് യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര പേടിയാണ്. ഹൈറ്റിൻ്റെ ഇതുള്ളതുകൊണ്ട് പെട്ടെന്ന് സ്പോട്ടിൽ നിർത്താൻ പറ്റും. പിന്നെ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നല്ല ബൈക്കാണെങ്കിലും അത് സിനിമയെ കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് ഷോട്ട് സ്റ്റാർട്ട് ആകത്തില്ല. അത് സിനിമയിലെ വണ്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നമുക്ക് ടെൻഷനാകും. കറക്റ്റ് സ്റ്റാർട്ടായി, ആക്ഷൻ പറഞ്ഞിട്ട് സ്റ്റാർട്ടാകും. പക്ഷേ ആ വണ്ടി എന്തായാലും സ്റ്റാർട്ടായി. കറക്റ്റ് ആദ്യത്തെ ഷോട്ട് എടുത്തപ്പോഴത്തേക്കും കുറച്ച് ഞാൻ മുമ്പിലോട്ട് പോയപ്പോൾ ഡയറക്ടർ പറഞ്ഞ് മോനെ നീ എന്നെ നോക്കിയിട്ട് ഈ ഒരു മീഡിയത്തിൽ പിടിച്ചോ, കുഴപ്പമില്ല, നീ ഓടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അത് രണ്ടാമത്തെ ടേക്കിൽ ഓക്കെ. പിന്നെ ഈ സാധനമൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ട് കത്തിച്ച് വിട്ടോളാം. നമ്മുടെ പ്രശ്നം ഒരു കുഴപ്പമില്ല. വെന്തോ അല്ല, അത് വെന്തു നമുക്കറിയാം. ഇത് വെന്തോന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പറ്റിക്കാൻ പോവാ. എടുക്കാൻ
മത്തി കിടന്ന് പ്ലാഗുമായിരിക്കും. ആ കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇച്ചിരി വെള്ളം കുറവാണ്. ഇത് വെള്ളം ഇത് അല്ല ഇല്ല. അടുത്ത പാട്ട് പാടുന്നാണ് ഇവിടെ എല്ലാരും പറഞ്ഞേക്കുന്നത്. ഒരു പാട്ട്, ഒരു 2 വരി. 2 വരി പാട്ട്, ഏതെങ്കിലും നാടൻ പാട്ട്, ബോട്ടിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും പാട്ട്. നാടൻ പാട്ട് പാടാം. ഒറ്റ മിനിറ്റ്, ഇച്ചിരി വെള്ളം ഒഴിക്കണോ നമ്മള്? ഒന്ന് പാടാൻ എന്തെങ്കിലും. അല്ല അങ്ങനെ വെള്ളം ഒഴിക്കണമെന്നല്ലടാ, പറ്റിച്ചെടുക്കുകയല്ലേ. അത് ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു. അത് വെന്ത് കഴിഞ്ഞു ആക്ച്വലി. അതെ. അപ്പൊ നമ്മൾ സാധാരണ എന്ന് പറയുന്നത് തുടരുന്ന സിനിമയില് താങ്കൾ മോഹൻലാലിനെ പറ്റിച്ചു. ഇവിടെ താങ്കൾ വന്ന് മത്തിയെ പറ്റിച്ചു. നത്ത് പറ്റിച്ച മത്തി കൊള്ളാം. അതാണ് നമ്മുടെ കറിയുടെ പേര്. ആക്ച്വലി അതാണ് നമ്മുടെ കറിയുടെ പേര് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് നത്ത് പറ്റിച്ച മത്തി പറ്റിച്ച നത്തൊന്നും. അപ്പം 2 വരി പാട്ട് അണ്ണാ. ആരിയേരിയേരിയാരിതിരിരാരോ ആരിയേരിയേരിയാരിതിരിരാരാ അച്യുതൻ കൊച്ചുമൂകിൽ വർണ്ണൻ ദേവഗീതന്റെ കൊച്ചു കൃഷ്ണനുണ്ണി പിറന്നേ തിത്താരതും റേ. അച്യുതൻ കൊച്ചുമൂകിൽ വർണ്ണൻ ദേവഗീതന്റെ കൊച്ചു കൃഷ്ണനുണ്ണി പിറന്നേ തിത്താരതും റേ. ആരിയേരിയേരിയാരിതിരിരാരോ ആരിയേരിയേരിയാരിതിരിരാരാ പിച്ചകപ്പൂ കൊണ്ടു തരാമേ ചീതം വരുത്താൻ കുഞ്ഞിനെ ഇങ്ങോട്ടു തന്നാലും തിത്താരതും റേ. പിച്ചകപ്പൂ കൊണ്ടു തരാമേ ചീതം വരുത്താൻ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നാലും തിത്താരതും റേ. ആരിയേരിയേരിയാരിതിരിരാരോ ആരിയേരിയേരിയാരിതിരിരാരാ. നത്ത് പറ്റിച്ച മത്തി റെഡി ആയിട്ടുണ്ട്. വിത്ത് നത്ത് പൊട്ടിത്തെറിച്ച ചോറ് പ്ലസ് പൊട്ടിത്തെറിക്കാൻ പോകുന്ന പപ്പടം. പപ്പടം എല്ലാം പൊളിച്ചാ പോരാ. ഇല്ല, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഷെഫ് എല്ലാം കൂടെ കൂട്ടി ഈ ചോറ് ഇങ്ങനെ ഇവിടെ ചെറിയ ഉള്ളിയും മോനെ റെഡിയല്ലേ? പിന്നെ എന്നാ വിചാരിച്ചേ ഈ ഉരുള ഉണ്ടാക്കിയപ്പോ? നത്തിനല്ലേ തരുള്ളൂ. മുഖത്തെ എക്സ്പ്രഷൻ എന്താന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ എനിക്കാണ് തരുന്നത്. ഷെഫ് ഇന്നും കഴിക്കില്ല. ഓ, ഷെഫ് ഒരു നോമ്പിലാണ്, അതുകൊണ്ട് നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. നോക്കട്ടെ. നല്ല രുചിയുണ്ട്, 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 രുചിയുണ്ട്. ആ സ്റ്റൈൽ തന്നെ മാത്രം എനിക്കാണ്. വിടട്ടെ. ഇപ്പൊ മുളകും മത്തിയും വെളുത്തുള്ളി ഇട്ടുണ്ടോ? ഇല്ലല്ലോ. മുളകിന് ആക്ച്വലി രുചിയുണ്ട് കേട്ടോ. നല്ല രുചിയല്ല. നമ്മള് മത്തിന്റെ കൂടെ കഴിക്കുമ്പോ ഒരു പ്രത്യേക രുചിയുണ്ട്. മത്തിന്റെ കൂടെ കഴിക്കുമ്പോ ഒരു പ്രത്യേക രുചിയുണ്ട്. മത്തിന്റെ കൂടെ ശേഷമുള്ള വലിയൊരു ഷെഫ് പിന്നെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കഴിക്കുകയാണ്. കഴിക്കട്ടെ, കഴിക്കട്ടെ. ഓക്കെ. നത്തിന്റെ പറ്റിച്ച തിന്നാൻ എനിക്ക് ടെൻഷനായത്. പപ്പടത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നീ കഴിച്ചോക്കോ. ഒരു പുളിയല്ല, എനിക്കൊന്ന് ഞാൻ മുളക് കടിച്ചതാ. മുളക് കടിച്ചതാ. മുളക് അടിച്ചിട്ട് മുളക് കഴിപ്പേ. ചോറ് മാത്രം ഇപ്പൊ കഴിച്ചതാ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ചോറ്?
അതാ പറഞ്ഞ ഞാനൊരു മുളകും കൂടെ കടിച്ചായിരുന്നു. ആ മുളകിന്റെ കുറ്റമല്ലല്ലോ. മുളകിന്റെ ആവശ്യം മുളക് എനിക്ക് ചെറുക്കൻ്റെ മീൻകറി മീൻകറി സൂപ്പർ ആയിട്ടുണ്ട്. പറ്റിച്ച മീന് സൂപ്പർ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? അല്ലേ? സ്വന്തം ഉണ്ടാക്കിയിട്ട് എന്താണ് അഭിപ്രായം? പക്ഷെ ശരിക്കും ആലോചിച്ചോക്കെ എന്താണ് അഭിപ്രായം സ്വന്തം കുക്കിങ്ങിനെ പറ്റിയിട്ട് ഒരു പ്രത്യേക ഒരു പ്രൗഡായി തോന്നിയപ്പോ? പിന്നെ തീർച്ചയായും ഞാൻ ജോമോനൊക്കെ മീൻകറി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ അവന്മാരൊക്കെ അപ്പൊ മീൻകറി ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. സിമ്പിൾ പരിപാടി. ഇതൊക്കെ ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിച്ചുള്ള ഗുണം എന്താ അറിയാം? സാധനം നമ്മൾ അടിച്ചോണ്ടിരിക്കും. അതാണ് ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നില്ല, പരസ്യമായി. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ നത്ത് വന്നതിനുള്ള സ്പെഷ്യൽ നത്തിന് വേണ്ടിയിട്ടുള്ള ഡിഷ് റെഡിയായി. ഷെഫിന് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ആ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. സാരമില്ല, സങ്കടം ഞാൻ അങ്ങ് വേണ്ടാന്ന് വെക്കും. സാരില്ല, പോട്ടെ ആ സങ്കടം. സമ്മാനം കൊടുത്താലോ? സമ്മാനം കൊടുക്കാം. അപ്പൊ ഇന്ന് വന്നിട്ട് ഇത്രയും കുക്ക് ചെയ്തിട്ട് വെറും കൈയോടെ നമുക്ക് വിടാൻ പറ്റില്ല. അപ്പൊ കുറച്ച് സമ്മാനങ്ങളിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ കേസിന്റെ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഗിഫ്റ്റ് ആണ് തലമുറകൾ കൈമാറിയ രുചിക്കൂട്ട്. അങ്ങനെ പറയണം നമ്മൾ ആടൊക്കെ ആകുമ്പോ ഇങ്ങനെയൊക്കെ ആട്ടിക്കൊണ്ട് വേണം പറയാൻ. അതാണ് അതിന്റെ ഒരു ഭംഗി. യാതൊരുവിധ കെമിക്കൽസ് ആഡ് ചെയ്യാത്ത ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ അല്ലൂറെക്സിയറിന്റെ ബോഡി പ്രൊഡക്ട്സ് ആണ് അടുത്ത ഇന്നത്തെ ഗിഫ്റ്റ്. ഓക്കെ, ഞങ്ങൾ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു കട തുടങ്ങാനുള്ള പുട്ടുപൊടി കൊടുക്കും. എന്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. മേജർ പുട്ടുപൊടി. ഇച്ചിരി പൊടി മതി. കൊച്ചിയിൽ ലുലു മാളിൽ ഓഫർ ഉണ്ടെന്നും പറഞ്ഞ് കൊല്ലത്ത് നിന്നിട്ട് എന്നെ കൊച്ചിയിൽ ഉണ്ടായിരുന്നപ്പോൾ എന്റെ അടുത്ത് വിളിച്ചാൽ പകുതി വിലക്ക് അവിടെ കൊടുക്കുന്നുണ്ട്, പോയി മേടിച്ചോണ്ട്. ഈ വണ്ടിക്കൂലി കാണുമ്പോ കണ്ടല്ലോ വീട്ടിലേക്ക് 24 മണിക്കൂറും പുട്ട. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ നത്ത് പറ്റിച്ച മത്തിയും ചോറും നല്ല പപ്പടൊക്കെ കൂടി രുചികരമായിട്ടുള്ള ഫുഡാണ് നമ്മൾ ഇന്ന് കഴിച്ചത്. ഷെഫ് കഴിക്കാൻ പറ്റിയില്ല, പക്ഷെ സാരല്ല. ഞാൻ പറയും എനിക്ക് ഇങ്ങോട്ട് സങ്കടം. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡ് നമ്മൾ ഇനിയും പുതിയ റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നത്ത് ഇപ്പൊ പോകുന്നില്ല, നത്തിനോടെ ഇനി നമുക്ക് ഒരു എപ്പിസോഡ് കൂടെ നമ്മളുണ്ട്. അതെ, അപ്പൊ വെജിറ്റേറിയൻ എന്തോ ആണ്. ഞാൻ വെജിറ്റേറിയൻ പഠിച്ചത് ഫ്രൂട്ട്സ്റ്റേറിയൻ ആയിരുന്നു. ഫ്രൂട്ട്സ്റ്റേറിയൻ എങ്ങനെയുണ്ട്? ഫ്രൂട്ട്സ് വെച്ചൊരു കറി. അപ്പൊ അടുത്ത എപ്പിസോഡ് കാണണം മറക്കരുത്. ഫ്രൂട്ട്സ് വെച്ചൊരു കറിയുമായി ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം നിഹ മാത്യു, ഷെഫ് നളൻ ആൻഡ് അബി നത്ത്. അതെ.